വിശുദ്ധ മരിയ ഫൗസ്തീനായുടെ യേശു ദർശനങ്ങൾ. ഓ നിത്യമായ സ്നേഹമേ, അങ്ങ് സൃഷ്ടിച്ച എല്ലാ ആത്മാക്കളും അങ്ങേ അറിയാനിടയാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു വൈദികനായിരുന്നെങ്കിലെന്ന് ഞാൻ ആശിക്കുന്നു. എന്തെന്നാൽ നിരാശയിൽ മുഴുകിയിരിക്കുന്ന പാപികളോട് നിരന്തരം അങ്ങയുടെ കരുണയെപ്പറ്റി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു മിഷണറിയായി അപരിഷ്കൃത രാജ്യങ്ങളിൽ വിശ്വാസത്തിന്റെ വെളിച്ചമെത്തിക്കാനും ആത്മാക്കൾക്ക് അങ്ങയെ വെളിപ്പെടുത്തി കൊടുക്കാനും അവർക്ക് വേണ്ടി ബലിയാകാനും അങ്ങ് അവർക്ക് വേണ്ടിയും എനിക്ക് വേണ്ടിയും മരിച്ച പോലെ ഒരു രക്തസാക്ഷിയായി മരിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നു. ഓ ഈശോയെ, അങ്ങയോടും അമർത്യമായ ആത്മാക്കളോടുമുള്ള സ്നേഹത്താൽ എന്നെ പൂർണ്ണമായി ശൂന്യവൽക്കരിച്ചാൽ മാത്രമേ എനിക്കൊരു വൈദികനോ മിഷനറിയോ വചനപ്രഘോഷകനോ രക്തസാക്ഷിയോ ആകാൻ പറ്റുകയുള്ളൂ എന്നത് ഞാൻ നന്നായി മനസ്സിലാക്കുന്നു. വലിയ സ്നേഹത്തിന് ചെറിയ കാര്യങ്ങളെ വലിയ കാര്യങ്ങളാക്കി മാറ്റാൻ കഴിയും. സ്നേഹമാണ് നമ്മുടെ പ്രവൃത്തികളുടെ മൂല്യം നിശ്ചയിക്കുന്നത്. നമ്മുടെ സ്നേഹം എത്രമാത്രം നിർമ്മലമാണോ അത്രമാത്രം സഹനത്തിന്റെ കാഠിന്യവും കുറഞ്ഞിരിക്കും. സഹനം ഒരു സഹനമായി അനുഭവപ്പെടുകയില്ലെന്ന് മാത്രമല്ല, അതൊരു ആനന്ദമായി മാറും. ദൈവാനുഗ്രഹത്താൽ എനിക്ക് അപ്രകാരം ഒരവസ്ഥ ലഭിച്ചിട്ടുണ്ട്. എൻ്റെ ഹൃദയത്തിൻ്റെ ഓരോ തുടിപ്പിലും ഞാൻ സ്നേഹിക്കുന്ന യേശുവിന് വേണ്ടി സഹിക്കുന്നത് എനിക്ക് ഏറ്റവും ആനന്ദപ്രദമാണ്. ഒരിക്കൽ ഞാൻ വളരെ സഹനം അനുഭവിച്ചപ്പോൾ എൻ്റെ ജോലി ഉപേക്ഷിച്ച് ഈശോയുടെ അടുക്കൽ ചെന്ന് അവിടുത്തെ ശക്തിക്കായി യാചിച്ചു. ചെറിയൊരു പ്രാർത്ഥനയ്ക്ക് ശേഷം ഉത്സാഹത്തോടും സന്തോഷത്തോടും കൂടി ഞാൻ വീണ്ടും ജോലിയിൽ പ്രവേശിച്ചു. അപ്പോൾ ഒരു സിസ്റ്റർ എന്നോട് പറഞ്ഞു, സിസ്റ്റർ, നിനക്കിന്ന് ധാരാളം സമാശ്വാസങ്ങൾ ലഭിച്ചിട്ടുണ്ടാവും. നീ വളരെ പ്രസന്നവതിയായിരിക്കുന്നല്ലോ. തീർച്ചയായും ദൈവം നിനക്കു യാതൊരു സഹനവും തരാതെ സമാശ്വാസങ്ങൾ മാത്രം നൽകുന്നു. ഞാൻ പറഞ്ഞു, സിസ്റ്റർ, നീ വളരെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. എന്തെന്നാൽ ഞാൻ കൂടുതൽ സഹിക്കുമ്പോഴാണ് കൂടുതൽ സന്തോഷവതിയാകുന്നത്. ഞാൻ കുറച്ച് സഹിക്കുമ്പോൾ എൻ്റെ സന്തോഷവും കുറയുന്നു. എന്നാൽ ആ സിസ്റ്ററിന് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലെന്ന് ബോധ്യപ്പെട്ടതിനാൽ ഞാൻ അവളെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു. നാം സഹിക്കുമ്പോൾ നമുക്ക് ദൈവത്തോടുള്ള സ്നേഹം പ്രകടമാക്കാനുള്ള അവസരമാണെന്നും നാം കുറച്ച് സഹിക്കുമ്പോൾ ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹം പ്രകടമാക്കാനുള്ള അവസരം കുറയുകയാണെന്നും നാം ഒട്ടും സഹിക്കാതിരിക്കുമ്പോൾ നമ്മുടെ സ്നേഹം വലുതോ നിർമ്മലമോ അല്ലെന്നും ഞാൻ പറഞ്ഞു. സഹിക്കുന്നത് ആനന്ദമായി അനുഭവപ്പെടുന്ന ഒരവസ്ഥ ദൈവകൃപയാൽ പ്രാപിക്കാൻ നമുക്ക് കഴിയും. സ്നേഹത്തിന് വിശുദ്ധാത്മാക്കളിൽ ഇപ്രകാരം പ്രവർത്തിക്കാൻ സാധിക്കും.